നമ്മളിൽ പലരും ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി പണം കരുതി വെക്കാറുണ്ട്. അത് ഒരുപക്ഷെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു കാറ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടാവാം. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മളുടെ ആവശ്യം നിറവേറ്റി വരുന്ന ആ അവസരത്തിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പണം നമുക്ക് തികയാതെ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മൈ നെയിം ഈസ് ജിജു എബ്രാഹാം. യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർച്യൂൺ വിത്ത് ജിജു. പണം സേവ് ചെയ്യണമെന്നും അത് ഫ്യൂച്ചറിലെ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി പണം കരുതി വയ്ക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഫ്യൂച്ചറിൽ ഈ ആവശ്യങ്ങൾ നടത്താൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമുക്കറിയാം, ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തു മേടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, ഒരു സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സേവനങ്ങളായിക്കോട്ടെ, അത് മേടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്കതിനെ പണപ്പെരുപ്പം എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതായത് ഇവിടെ സംഭവിക്കുന്നതിന് എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ വസ്തുവിൻ്റെ വില വർദ്ധിക്കുന്നു, അതായത് നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം കുറയുന്നു, അല്ലെങ്കിൽ പർച്ചേസിങ് പവർ നമ്മൾ കുറയുന്നു. അതോറിറ്റീസ് സാധാരണഗതിയിൽ നമുക്ക് ഈ പറയുന്ന പല ഇൻഫ്ലേഷൻ ഡേറ്റ നമുക്ക് ഡിക്ലെയർ ചെയ്ത് തരാറുണ്ട്. അതായത് 5.1% ഇൻഫ്ലേഷനും അല്ലെങ്കിൽ 5.6% ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ തരുന്നത് നമ്മുടെ മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് ശരിക്കും അത് പറയുന്നത്. അതായത് നമുക്ക് ജീവിച്ച് പോകാനായിട്ട് മിനിമം നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതിൻ്റെ ആ സാധനങ്ങളുടെ വില വർധനവിൻ്റെ ഒരു റേറ്റാണ് 5.1% അല്ലെങ്കിൽ 5.6% ഇൻഫ്ലേഷൻ റേറ്റ് എന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ഒരു പക്ഷേ അതിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് നമുക്കതിന് പറയാം. ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മളുടെ ഒരു കാർ ആയിക്കോട്ടെ, നമ്മൾ സാധാരണ 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അത് മാറ്റി മേടിക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെയിം ബ്രാൻഡ് തന്നെയല്ല മേടിക്കും, നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് മേടിക്കുന്നത്. നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. പലപ്പോഴും നമ്മളൊരു മൊബൈൽ ഫോൺ മാറ്റിയിട്ട് നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തൊരു വേർഷൻ മേടിക്കും. അല്ലെങ്കിൽ ഒരു കാർ ആയിക്കോട്ടെ, 2-3 വർഷം അല്ലെങ്കിൽ 5 വർഷം ഉപയോഗിച്ചതിന് ശേഷം ആ കാർ മാറ്റുമ്പോൾ അതിനേക്കാളും കൂടിയൊരു മോഡൽ, കുറച്ചുകൂടി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ, ഇതാണ് നമ്മൾ സാധനം മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഫ്ലേഷനും ഇതിനെയാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് ആക്ച്വലി പറയുന്നത്. അതായത് നമ്മുടെ ഇൻഫ്ലേഷനും ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനും കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ വസ്തു തന്നെ ഒരു വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമോ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിലവർദ്ധനവാണ് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധാരണ മനുഷ്യർ, സാധാരണ ആളുകളൊക്കെ എന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ വലിയ ഡ്രീംസ് കാണുന്ന ആൾക്കാർ സാധാരണ നമ്മളൊരു കാർ മാറ്റിയിട്ട് അടുത്ത കാർ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വേർഷൻ മേടിക്കും. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അടുത്ത് മേടിക്കുമ്പോൾ ഒരു ഐഫോൺ മേടിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അവിടെ നടക്കുന്നില്ല. സെയിം ഒരു മൊബൈൽ ഫോൺ അതേ ബ്രാൻഡ് തന്നെ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ വില വർദ്ധനവ് നോർമൽ ഇൻഫ്ലേഷനുമായിട്ട് ചിലപ്പോൾ ഈ മാച്ചിങ് ആവാം. പക്ഷേ അല്ലെങ്കിൽ കാറാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മാച്ചിങ്, അല്ലെങ്കിൽ നമ്മുടെ വേറെ സാധാരണ വസ്തുക്കളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ മാച്ചിങ് ആവാം. പക്ഷേ ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന സെയിം പ്രൈസിനോ അല്ലെങ്കിൽ ആ സെയിം ഇൻഫ്ലേഷൻ റേറ്റിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ പ്രധാനമായിട്ടും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൾച്ചറൽ ചേഞ്ചസ് അത് ഭയങ്കരമായിട്ട് അതിനെ ബാധിച്ചിട്ടുണ്ട്. കൾച്ചറൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ പോലെയില്ല. ഇപ്പോൾ എല്ലാ ആളുകളുടെയും ഒരു ആസ്പിറേഷൻ ലെവൽ വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഈ കൾച്ചറൽ ചേഞ്ചസ് വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളായിക്കോട്ടെ, നമ്മുടെ എല്ലാത്തിലും ആ ഒരു ചേഞ്ചസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈവൻ ഈ കുട്ടികളൊക്കെ പണ്ട് കാലത്തൊക്കെ ആളുകൾ ജോലിക്ക് വേണ്ടി ഗൾഫ് കൺട്രീസിലൊക്കെ പോകുമായിരുന്നു. പിന്നീട് അത് ജോലിക്ക് വേണ്ടി യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്ന രീതിയായി. അതിനുശേഷം ഇപ്പോൾ പഠിക്കാൻ വേണ്ടി തന്നെ കുട്ടികൾ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു താല്പര്യം പൊതുവെ എല്ലാവർക്കും കാണാറുണ്ട്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ഈവൻ വെസ്റ്റേൺ ഡ്രസ്സസ് വിൽക്കാൻ എക്സ്ക്ലൂസീവായിട്ടുള്ള ഷോറൂമുകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൾച്ചറൽ ചേഞ്ചസ് നമ്മളെ പല രീതിയിലും നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ പറയുന്ന ഇൻഫ്ലേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ശരിക്കും ഒരു കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ഈ കൾച്ചറൽ ചേഞ്ച് വരുത്തുന്നതിൻ്റെ ഒരു കാരണം തന്നെ നമ്മൾക്കൊരു വാണിജ്യവൽക്കരണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം തന്നെയാണ് ഈ കൾച്ചറൽ ചേഞ്ച്. അതുപോലെ നമുക്കറിയാം, പണ്ടൊക്കെ ആളുകൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന കുറവായിരുന്നു. ഇപ്പോൾ ഒത്തിരി ആളുകൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുന്നു. ഇങ്ങനെയുള്ള പല രീതിയിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, മറ്റുള്ളവരെ
പോലെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിയർ പ്രഷർ ഭാഗമായിട്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ നമ്മളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, അപ്ഗ്രേഡ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഡ്രീമാണ് ശരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന ഇൻഫ്ലേഷന് അല്ലെങ്കിൽ വില വർധനവിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന് തികയാതെ വരുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ നയിച്ചേക്കാം. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് ലൈഫ് സൈക്കിൾ ഇൻഫ്ലേഷൻ. ലൈഫ് സൈക്കിൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഇതൊക്കെ നമ്മൾ മനസ്സിലായി. പക്ഷേ ഈ ലൈഫ് സൈക്കിൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റേജസ് മാറുന്നതനുസരിച്ചിട്ട് കുറേ ചിലവുകൾ വരാം. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നു, പിന്നെ കോളേജിൽ പോകുന്നു, അതിനുശേഷം ഒരു പർട്ടിക്കുലർ ടൈമിൽ ജോലി കിട്ടുന്നു. അപ്പോൾ ജോലി കിട്ടുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലായിരിക്കില്ല, വീടിൻ്റെ അടുത്തായിരിക്കില്ല, കുറച്ച് ദൂരെയായിരിക്കാം. അപ്പോൾ അവിടെ പോയി ഒരു പേയിങ് ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ റൂം വാടകയ്ക്കൊക്കെ എടുത്ത് നമ്മൾ താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ചിലവുകൾ, കുറച്ച് എക്സ്പെൻസുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ വരും. ഇങ്ങനെ കുറച്ച് സേവിങ്സൊക്കെ ഉണ്ടാവാം. അത് കൂടാണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് ചിലവ് കൂടി. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ സ്റ്റേജ് മാറുകയാണ്. അപ്പോൾ പതിയെ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടെ നിന്ന് ഒരു എംപ്ലോയി ആയി മാറി. അതിനുശേഷം ഒരു മാരീഡായിട്ട് മാറുമ്പോൾ ശരിക്കും അവിടെ ചിലവുകൾ നമുക്ക് പിന്നെ ഒന്നുകൂടെ കൂടുന്നുണ്ട്. മാരേജ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആ മുറി പോരാം, ആ വീട് പോരാം. അപ്പോൾ വേറൊരു പുതിയതായിട്ടൊരു വീട് എടുക്കേണ്ടി വരും, വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് എക്സ്പെൻസ് വരാം. അപ്പോൾ ഈ ലൈഫിൻ്റെ സ്റ്റേജസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ചിലവുകൾ വർദ്ധിക്കും. അതിപ്പോൾ പൊതുവേ ആരും അതങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ലൈഫിൻ്റെ സ്റ്റേജ് ഒരു പക്ഷേ മാരേജ് കഴിയുമ്പോൾ നമ്മുടെ മിക്കവാറും സാധാരണ കേസിൽ മാരേജ് കഴിയുമ്പോൾ ചിലവ് കൂടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ വീടെടുത്തു, അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒരു ബൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ബൈക്ക് മാറ്റിയിട്ട് നമുക്ക് കാർ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റേജ് മാറുന്നതനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് കൂടി. അപ്പോൾ ഇതിനൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കാർ എടുത്തു, അപ്പോൾ ഉടനെ അടുത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കുട്ടി ഉണ്ടാവാം. ആ കുട്ടി ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരാം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചടങ്ങുകൾ ഉണ്ടാവാം, അതിൻ്റെ എക്സ്പെൻസുകൾ വരും. അതുകൂടാണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഫാമിലി ഒന്ന് വലുതായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വലിയൊരു വീടെടുക്കണം എന്നുള്ളൊരു ചിന്ത വരാം. അപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് മാറി, അപ്പോൾ നമ്മുടെ വീടിന് ചിലവുകൾ കൂടി. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ വരുമാനം ചിലപ്പോൾ കൂടിയേക്കാം, പക്ഷേ നമ്മുടെ ചിലവുകൾ ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഫാമിലി വലുതാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിലവ് കൂടുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് മെഡിക്കൽ നീഡ്സ് വരാം. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു മിഡിൽ ഏജ് ഒക്കെ ആവുന്നു. അതോടൊപ്പം അപ്പോൾ പൊതുവേ സാധാരണ അവരുടെ പേരൻസിന് കുറച്ച് ഏജ് ആവും. അപ്പോൾ അവരുടെ മെഡിക്കൽ നീഡ്സ് വരാം, അവരുടെ ആവശ്യങ്ങൾ, ആശുപത്രി എക്സ്പെൻസുകൾ വരാം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ആൾ ചിലപ്പോൾ ഫൈനാൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പറയുന്ന ചിലവുകൾ കൂടി വരും. അപ്പോൾ പേരൻസിൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കുട്ടികൾ വലുതാവുന്നു, കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ പണം കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാധിക്കുന്നത് പോലെ തന്നെ ഈ ലൈഫ് സൈക്കിൾ ഇൻഫ്ലേഷനും നമ്മൾ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നെ ഇവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ മാരേജ്, അപ്പോഴത്തേക്ക് ഇവരുടെ റിട്ടയർമെൻറ്റ്, ഇപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ലൈഫിൻ്റെ സ്റ്റേജസ് മാറുന്നതനുസരിച്ചിട്ടുള്ള നമ്മുടെ ചിലവിൻ്റെ വർധനവ്. ഇപ്പോൾ ഇങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല സ്റ്റേജസ് മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ചിലവ് കൂടും എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇതനുസരിച്ചിട്ട് ചിലവുകൾ നിർവഹിക്കാൻ പാകത്തിന് ആവണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം. പക്ഷേ പലപ്പോഴും നമ്മൾ സേവ് ചെയ്യുന്നതും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഈ പറയുന്ന ഒരു ലൈഫ് സൈക്കിൾ ഇൻഫ്ലേഷൻ കൂടി ബീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ കരുതേണ്ടത് ആവശ്യമാണ്. സാധാരണഗതിയിലുള്ള സേവിങ്സ് നമുക്ക് ഒരു പക്ഷേ സാധാരണ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മൾ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പോൾ അതിനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സൈക്കിൾ ഇൻഫ്ലേഷനെ കൂടി ബീറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളാക്കി നമ്മുടെ സേവിങ്സിനെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. പലതും കൺവെൻഷണൽ സ്റ്റൈലുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺസാണ് സാധാരണ കിട്ടാറ്. അപ്പോൾ കുറച്ചും കൂടി ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ആ ഒരു സേവിങ്സിന് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന മറ്റേ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞ 10-25 വർഷത്തെ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെയുള്ള പല ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് നമ്മുടെ ഈ പറയുന്ന ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്വിറ്റിയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ പലർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇപ്പോൾ SIP ഒക്കെ വളരെ
വളരെ പോപ്പുലറായിട്ടുള്ള SIP സഹി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഈ ലൈഫ് സ്റ്റേജസ് അനുസരിച്ചിട്ടുള്ള ഇൻഫ്ലേഷനെ കൂടി ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇൻഫോർമേറ്റീവായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.